നായി പോന്നിട്ടില്ല. എന്റെ വണ്ടി വേറൊരു കാര്യം പറയട്ടെ, എന്തോ ലക്കുണ്ട് നമുക്ക്. ഇതാരിത്? എന്താണ് സ്റ്റൈൽസ് നിനക്ക്? കണ്ടപ്പട്ടി എന്റെ വണ്ടി. എടാ നിനക്ക് എന്താ പ്രശ്നം? എന്താണ് സ്റ്റൈൽസ് എന്റെ വണ്ടി? എന്റെ വണ്ടി എന്തി? വണ്ടി താഴെ കിടപ്പുണ്ട്. വണ്ടി പോയി. വണ്ടി താഴെ കിടപ്പുണ്ട്. എവിടെ? ഞാൻ കാണുന്നില്ല. എടാ ഒരു പിക്കപ്പ് ലൈൻ ഒന്നും വേണ്ടടാ. വെറുതെ ഇരുന്നടാ. എടാ താഴെ ഇതാരാ? നമ്മൾ സംസാരം കണ്ടുകൂടെ? അതിന്റെ ഇടയ്ക്ക് വന്നിട്ടാണ് ഉണ്ടാക്കുന്നേ. നീ അവിടെ നില്ലേ? എടാ ഞാൻ അവളും കൂടെ മറ്റേ ഈ ജട്ടി ബിൽഡിംഗ് ഇല്ലേ മുകളിലത്തെ സംസാരിച്ചോണ്ട് വന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവളെ ഇടിച്ച് താഴെട്ടാ. ഞാനിപ്പോ 7021 പക്ഷെ അവൻ വണ്ടി എടുത്തോണ്ട് പോയി കളഞ്ഞു. ബ്ലൂ കളർ ഗ്രാൻഡ് ഷെറോക്ക് ആണെന്തോ. ഗ്രാൻഡ് ഷെറോക്ക് അല്ലെങ്കിൽ മറ്റേ ഗ്രാൻഡ് ഷെറോക്ക് എത്തിയില്ലടാ നാക്കി. അത് അല്ലെങ്കിൽ മറ്റേ ഫോർച്യൂണർ പോലത്തെ ഒരു 4 സീറ്റർ ഉണ്ടല്ലോ, ബ്ലൂ കളറാ. BMW ആണോ? ഒരു കറുപ്പും ബ്ലൂ ഒരു ഷെയ്ഡ് വരുന്നത്. കറുപ്പ് BMW. അത് തന്നെ. ഇനി ഏതല്ലേലും കറുപ്പ് BMW തന്നെ. അവൻ വന്ന് ഇടിച്ചിട്ട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേക്കും വണ്ടി എടുത്തോണ്ട് പോയടാ അവൻ. ഇവനൊക്കെ ഉണ്ടല്ലോ നട്ടലിന്, മനസ്സിലായോ? നട്ടലിന് ഉറപ്പില്ലാത്തവന്മാരാ. ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ഇടിച്ച് താഴെ ഇട്ടത് ഓക്കെ, ഇത് ഇടിച്ച് താഴെ ഇട്ടടാ. പണ്ടേ കഴപ്പാ സത്യം. നിന്റെ BM ഇപ്പം. ഹലോ സ്റ്റൈൽ സോപ്പി ഉണ്ടോ? സ്റ്റൈൽ സോപ്പി ഒറ്റക്കണ്ണൻ സ്റ്റൈൽസ് ഉണ്ടോ? ഒറ്റക്കണ്ണൻ സ്റ്റൈൽസ്. ഹലോ ഒറ്റക്കണ്ണൻ സ്റ്റൈൽസ് ഉണ്ടോ? ഹലോ എന്താ? സ്റ്റൈൽ സോപ്പി ഇറങ്ങ മതി. ഈ ടിൻഡടിച്ച വണ്ടിയിൽ ഒളിച്ചാ ഞാനങ്ങ് മുച്ചിനെ കൂടെ പഠിക്കുന്ന സംസാരിച്ചിട്ടോ ഒരിക്കലും ചിന്തിക്കുക. ബെസ്റ്റ് അഡ്വൈസ് എടാ നീ ഇതിനകത്ത് കയറി. എടാ ട്രങ്കിൽ കയറാലോടാ. ഇല്ലേ ഓടിയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? 45. ഇതിനകത്ത് ബോബി നീ എവിടെ പോയി? ഹെൽമെറ്റ് രണ്ടുപേരുണ്ട്. അവരുടെ പേര് എടാ അവന്റെ കളർ എന്തോ? മുടിയുടെ കളർ എന്തോ? പച്ച കളർ. എവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് കാണുന്നില്ലല്ലോ. എനിക്ക് ഇവിടെ എന്തൊക്കെയോ സ്ക്രീൻ ഒന്നും വരണില്ല. ഞാൻ പെട്ടിരിക്കുവാ. എവിടെയാ നിക്കുന്നേ? ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ പുറത്തോട്ട് വരുന്നുണ്ട്. ഹലോ കണ്ടട്ടെ. അച്ഛന്റെ പേരാണോ മച്ചാന്റെ പേരാണോ നീ ചോദിച്ചത്? അല്ല അച്ഛന്റെ പേര്. അവനെവിടെയാ? ഈ പുറത്തോട്ടിറങ്ങി. നിനക്ക് പ്രശ്നം എന്താ? വിളിച്ചാ നിക്കത്തില്ലേ നീ? അവിടെ സംസാരം ഇടയിൽ വണ്ടി കൊണ്ട് ചിരിക്കേണ്ട ആവശ്യം ഉണ്ടോ നിനക്ക്? എടാ ഇങ്ങോട്ട് വന്നേ. ആളെ കെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നേ. ഈ കിഴങ്ങനെ ഇങ്ങോട്ടോ. നിനക്ക് പ്രശ്നം എന്താണ്? നമ്മൾ സംസാരിക്കുന്നതിനെ കണ്ടൂടെ? ഇടിച്ചിടേണ്ട ആവശ്യം എന്തോ നിനക്ക് താഴെ? ഇവന് വിളിച്ചാ നിക്കാൻ ഭയങ്കര പ്രശ്നമാടാ. എന്നിട്ട് താളം എവിടെയാ അവന്റെ? എന്തൊന്നും മിണ്ടായില്ലേ? ഹലോ ബ്രോ എന്ത് പറ്റി? എന്തിനാ ബ്രോ ഇങ്ങനെ? ബ്രോ സംസാരിച്ചോ. എന്ത് പറ്റി ബ്രോ? എന്താ സീൻ? എന്താ ബ്രോ? അല്ല ബ്രോ നീ എന്തിനാ നമ്മളവിടെ നിന്നപ്പോഴേക്ക് ഇടിച്ച് താഴെ ഇട്ട്? അത് പറഞ്ഞു. എന്റെ ബ്രോ ഞാൻ സംസാരിക്കല്ലേ അവളുടെ അടുത്ത്. കണ്ടുകൂടാ നിനക്ക്? നിന്റെ അടുത്ത് നിക്കാൻ പറഞ്ഞാൽ നിക്കാൻ പ്രശ്നം എന്തുവാണ് നിനക്ക്? ബ്രോ വിളിക്കുമ്പോ ഞാൻ നിക്കേണ്ട ആവശ്യം എന്താ? ബ്രോനോട് ഞാൻ സംസാരിച്ചില്ല. കുറച്ച് അധികം കൂടെ ഉണ്ട് കേട്ടാ. അതാ പറഞ്ഞേ. കുറച്ചധികം വാല് കേറുന്നുണ്ട്. നീ അല്ല ഹലോ ബ്രോ, ബ്രോന്റെ കൂടെയുള്ള ആളെ ഇടിച്ചില്ലല്ലോ. ഋഷിയാ?
ഒന്ന് കളയത് ഇടിച്ചിട്ട കേസ് പറ. ഞങ്ങളവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോ വണ്ടിയായിട്ട് വന്ന് എന്റെ അതാ ഞാൻ ചോദിക്കണേ നിന്നെ ഇടിച്ചിട്ട് താഴെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഇടയിൽ കൂടെ വന്ന് അലമ്പുണ്ടാക്കേണ്ട ആവശ്യം എന്തോ ഇവന്? അതാണ് ഞാൻ ചോദിക്കണേ. ഇങ്ങനത്തെ കണ്ട കിഴങ്ങന്മാരുടെ അടുത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ആവശ്യം എന്തുവാണ്? ഇതുകൊണ്ട് തന്നെയാണ് ഈ കിഴങ്ങന്മാർ പറഞ്ഞത്. ഞാൻ നീ അറിയും, നീ കിടക്കുന്ന നീ ഏതാ ഇനി പെണ്ണിനെ നീ എന്താ സർവേ എടുക്കാൻ വന്നാ? സർവേ നട്ടില്ലാതെ പാട്ടി എനിക്കിനും ഇഷ്ടപ്പെടുന്നില്ല. താല്പര്യമില്ല. അല്ല വിളിച്ചപ്പോ നിക്കാതെ വണ്ടി എടുത്തോണ്ട് നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ. ഇല്ല നട്ടലില്ലാതെ വണ്ടി എടുത്തോണ്ട് പോയതാണല്ലോ മാസം. നിനക്ക് വിളിച്ചപ്പോ നിക്കാതെ വിളിച്ചപ്പോ നിക്കാതെ പോയതാണല്ലോ നിന്റെ മാസ്. അതിനുള്ള നട്ടല് പോലും ഇല്ലല്ലോ നിനക്ക് പാട്ടി. കേട്ടാ ഗ്യാങ്ങിലൊന്നുമല്ല സിറ്റിസൺ. അവൻ ബന്ധമില്ല എന്തൊക്കെയാ പറയുവാടാ. കൊടുത്തു ഓക്കേടാ ഓക്കെ ബാ. വെറുതെ ബുള്ളറ്റിന് ഡാമ വെച്ചേക്കുന്ന നീ എന്താ പറയുന്നേ? മോശം അഴുക്ക പോയെന്ന് അവന് വെട്ടി വെട്ടി പൂളും ചുക്രു അവനെ കുട്ടി മാറിക്കോ ഇപ്പൊ പൂളു. ഏതാ ചുക്രു? തീയം മാസ് എനിക്ക് വയ്യ പൊളി. നീ അവൻ എന്തായാലും ചെയ്തു ചുക്രു, അവനെ അങ്ങ് ചെയ്തു. നീ എന്താ ചെയ്യാ ഉദ്ദേശിക്കണേ? ചുക്രു നീയും പോകുന്നതായ കേട്ടോ. മുച്ചിരിക്കിടാൻ പറ്റും, മുച്ചിരിക്കിടാൻ പറ്റും, മുച്ചിരിക്കടാ. ഞാനൊരു കാര്യം പറയട്ടെ. അവൻ നിന്റെ ഫ്രണ്ടാണോ? കിട്ടിയല്ലോ അല്ലേ? കൂടുതലൊന്നും പറയാല്ലേ ഇതില്. എന്തിനാ എന്നെ എടുക്കുന്നത്? ഇതേപോലെ ഓരോരുത്തന്മാരെ വന്ന് വിളിക്കുമ്പോ സംസാരിക്കാൻ പോയാ ഇതേപോലെ ഇരിക്കും, മനസ്സിലായോ? നമ്മളവിടെ അതിനനുസരിച്ച് പറയുന്നു. നമ്മളിവിടെ ചേച്ചിട്ട് അവസരം കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും യെസ് പറ എന്നല്ലേ പറയുന്നത്. അതെനിക്കറിയാം. അതിന്റെ റീസൺ അല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ. അതാരാ? ബ്രോ ഗണ്ടുള്ളപ്പോ സംസാരിക്കും നീ പറഞ്ഞില്ലേ? ഇപ്പൊ സംസാരിക്കണം കേട്ടാ. വാണിങ് നിനക്ക് വാലിനെ വച്ചരം കേട്ടാ. നിന്റെ വാലിനെ വച്ചരം ബ്രോ. പേര് വെക്കണ്ട സ്റ്റൈൽ സ്റ്റോപ്പ്. മനസ്സിലായോ? ടി വി എത്തിയിട്ടമ്മ കിടക്ക അങ്ങോട്ട് വായിടാ. ഓക്കെ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ ഒരു മെറ്റ വിളിച്ചും കൊടുക്കാം. ഹലോ, ഞാൻ ഹോസ്പിറ്റലില്. എന്നെ ആരോ വന്ന് അടിച്ചു. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സ്റ്റൈൽസ് ആടാ എന്ന് പറഞ്ഞു. എന്നിട്ട് ടി വി തീട്ടങ്ങളെ ഗണ്ണില്ലാത്തപ്പോ നീ എന്ത് ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ തീരുമാനം എന്ന് വെച്ചാല് അവന് ഇത് സംഭവം മെറ്റയാണ്. അപ്പൊ പിന്നെ ഞാൻ നമുക്ക് പുറത്ത് അവന് കളിക്കണ്ടേ ഇനി. അതാണ് നല്ലത്. കാരണം അവനെ അടിക്കാനും പിടിക്കാനൊന്നും പോണ്ട. അവൻ ഇനി കളിക്കണ്ട, അത്രേ ഉള്ളൂ.
അതാ ബെറ്റർ. നമുക്ക് അങ്ങനെ നോക്കാം. അവനെ കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ കുറെ കൊടുക്കാനുണ്ട്. അതായത് മെറ്റ, RDM, സിറ്റുവേഷൻ സ്പോയിൽ ചെയ്തത്, അങ്ങനെ കുറേ ഉണ്ട്. അവന് നിന്ന് തിരിയാൻ പറ്റത്തില്ല. അമ്മാതിരി ഓടിയാ. അശ്ശീ എടാ, ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വന്ന് അടിച്ചിട്ടിട്ട് ഡയലോഗ് അടിക്കുന്നത് ഇല്ല കേട്ടാ. വെറുതെ അല്ല അവൻ എല്ലായിടത്തും പറഞ്ഞു വിട്ടത്. എടാ മെറ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ. എടാ ഞാൻ പറയാം, അവൻ വന്നിട്ട് കുറച്ച് ദൂരെ, അതായത് പുറത്ത് ഒരു റോഡിൽ നമ്മൾ വന്ന് എൻട്രൻസ് ഉണ്ട്, അവിടെ വന്ന് നിന്നിട്ട് ജസ്റ്റ് എന്നെ ഹെഡിൽ 2 ടാപ്പ് ചെയ്തിട്ട് പോയി. എന്നിട്ട് അവളെ കൊന്നിട്ട് പോയി. എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ സ്റ്റൈൽസ് ആടാ, മനസ്സിലായി? സ്റ്റൈൽസ് ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ട് പോയി. രണ്ടുപേരെയും കൊന്നു. എന്റെ പേര് ഈ പേരൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് എനിക്കൊന്നും പറയാനില്ലട്. എല്ലാ ഗ്യാങ്ങിൽ നിന്നും പറഞ്ഞു വിട്ടത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ആണ് സംഭവം, വേറെ ഒന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഫ്രണ്ട് ഇരിക്കുന്നു. ഇല്ല അവളോടെ അറിയത്തില്ല. വെയിറ്റ്, അവളോട് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. വെയിറ്റ്, അല്ല ഇവിടെ ഉണ്ട്, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, പിന്നെ കാണാനില്ല. എനിക്ക് പുറത്ത് നോക്കി കൊടുക്കാം. ഞാൻ ആളെ വലിച്ചിട്ട് ഞാൻ വലിച്ചു സമയം കൂടെ പിന്നെ അങ്ങനെയും കൊടുക്കുക, അല്ലാതെ അകത്ത് കയറുമല്ലോ, എന്തെങ്കിലും കയറുമല്ലോ. അവൻ ഗ്യാങ്ങിലൊന്നും അല്ലല്ലോ, അവൻ ഇനി ആരെങ്കിലും ഗ്യാങ്ങിലെടുക്കും. ഇറക്കി വിടുന്നു. എടാ സിറ്റുവേഷൻ ഞാൻ ഫുള്ള് പറയാം. ഓക്കെ, ഞാനും വർഷം കൂടെ മറ്റേ ജെട്ടി ബിൽഡിംഗ് ഉണ്ടല്ലോ മുകളിൽ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കാം. നമ്മൾ അവിടെ ആണെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, നമ്മൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവൻ കാറ് കൊണ്ടുവന്ന് ഇവളുടെ കാറിൽ ഇടിച്ച് ഇവളുടെ കാറ് താഴെ പോയി. അപ്പൊ എന്തുവിടെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവളെ അവൻ ഇടിച്ച് താഴെയിട്ട്, കൈ കൊണ്ട് ഇടിച്ച് താഴെയിട്ട് അങ്ങനെ ചത്തു. അപ്പൊ ഞാൻ എന്റെ പിസ്റ്റലുണ്ട്, ഞാൻ പിസ്റ്റൽ എടുത്തിട്ട് നീ എന്തുകൂടെ കാണിക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴേക്കും നീ ഇവിടെ നിൽക്കട എന്ന് പറഞ്ഞിട്ട് അവൻ കാർ എടുത്തോണ്ട് പോയി. അവന്റെ പേര് സ്റ്റൈൽസ് ആയിരുന്നു. അവിടെ വന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു സ്റ്റൈൽസ് എന്ന്. ഞാനും കെവിനൊക്കെ സ്റ്റൈൽ സോപ്പി അപ്പം ഉണ്ടായിരുന്നു. അപ്പം ഇവൻ എന്ത് ചെയ്ത്, ഞാനും കെവിനെ നമ്മൾ ജുഗ്രൂപ്പിൽ കൂടെ ഇവനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു. സിറ്റുവേഷൻ എടുക്കാനല്ല, ഇവനൊന്ന് കൊടാനായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴേക്കും മുച്ചിരി അവനെ കൊന്ന് പുറകെ കൂടെ. എന്നിട്ട് അവനെ ഭയങ്കര റോങ് ആയിട്ട് സംസാരിച്ചു, ഭയങ്കര ഞാൻ നീ എന്റെ അടുത്ത് ചോദിക്കാം നീ ഏതാ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം സിറ്റുവേഷൻ വിട്ട് നമ്മൾ പോയി. ഇവൻ റിവൈവ് ആയെന്ന് തോന്നുന്നു. സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ പോയി ഞാനും റാഷൻ കൂടെ ഒരിടത്ത് സംസാരിക്കും. മറ്റേ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് സംസാരിക്കും. നമ്മളെ ലൊക്കേഷൻ ഇവർക്ക് പോലും അറിയത്തില്ല, റേഡിയോയിലുള്ളവർക്ക് പോലും അറിയത്തില്ല. നമ്മളവിടെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാർ അവിടെ കൊണ്ട് നിർത്തി ചാടി ഇറങ്ങി എന്നെ അടിച്ചു കൊന്നിട്ട് അടുത്ത് വന്നിട്ട് ഗണ്ണുള്ളപ്പോ അല്ലടാ നീ ഡയലോഗ് അടിക്കും, ഇപ്പൊ ഗണ്ണില്ലല്ലോടാ ടൈൽസ് ആടാ ഇത് പറയണെന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയി. മെറ്റ അടിച്ചു വന്നിട്ട് ഞാൻ എന്ത് പറയണേ? ഇപ്പൊ സിറ്റിയിൽ റാൻഡായിട്ട് കണ്ട് സംസാരിച്ചെങ്കിൽ ഓക്കെ, എന്നിട്ട് അവളെയും കൊന്ന് എന്നെയും കൊന്നിട്ട് പോയി. എന്നിട്ട് സിറ്റിന്ന് പോയി അണ്ണൻ. എന്തോ ചെയ്യണം? ഗ്യാങ്ങൊന്നും ഇല്ല, എല്ലായിടത്തും പറഞ്ഞിട്ടൊന്നും. ഇപ്പൊ ഞാൻ വലിച്ചിട്ടുണ്ട്. നമുക്ക് സിറ്റി കൊടുക്കണ്ട, ഞാൻ പുറത്തുനിന്ന് പോയി. അവന് കളിക്കണമെന്നില്ല. എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമ്പോ ഒരു 4-5 FRP വരുന്നുണ്ട് ഒരുമിച്ച്. സേഫ് സോണ്, മെറ്റ, RDM എല്ലാം ഉണ്ട്.